Hi, hello, welcome back to my YouTube channel. It's me, Deepak Malvlogger. അപ്പോൾ ഞാനൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫെബ്രുവരി മാസം 4th വീക്കിലെ OTT റിലീസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ ഈ ഒരു ആഴ്ചയിൽ ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രങ്ങളുടെ OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ വ്ളോഗാണ്. ഏതൊക്കെ OTT പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയിട്ടുള്ളതെന്നുള്ള ഒരു അപ്ഡേറ്റ് ഒക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യണമെങ്കിൽ ഞാനെന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവി അപ്ഡേറ്റ് ആണ്. മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ജനുവരി മാസം തിയേറ്റർ റിലീസ് ചെയ്ത് വലിയ രീതിയിൽ വിജയിക്കാതെ പോയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്നത്. ഒരു എന്താ പറയുക, ഒരു അവാർഡ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ചിത്രമാണ്. പേഴ്സണലി ഞാൻ ചിത്രം കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു അഭിപ്രായങ്ങളാണ് മൊത്തം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചിത്രം തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയെടുത്തിട്ടില്ലെങ്കിലും പോലും കളക്ഷനുള്ള കാര്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ടൊക്കെ പോയെങ്കിലും ഈ ഒരു ചിത്രത്തിൻ്റെ OT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയത് ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറാണ്. ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 23-ാം തീയതി വെള്ളിയാഴ്ച ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവി അപ്ഡേറ്റ് ആണ്. സിംഗപ്പൂർ സലൂൺ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ RJ ബാലാജി, അതുപോലെ തന്നെ സത്യരാജ്, ലാലെ, മീനാക്ഷി ചൗധരി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിൽ നടത്തുന്ന ഒരു ചിത്രമായിരുന്നു സിംഗപ്പൂർ സലൂൺ എന്ന് പറയുന്നത്. ജനുവരി മാസം തിയേറ്റർ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് തെൻഡക്കോട്ടയാണ്. ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 23-ാം തീയതി തമിഴ് ഭാഷയിൽ മാത്രം ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. പാൻ ഇന്ത്യ മൂവി വെബ് സീരീസ് ആണ്. പോച്ചർ എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ നിമിഷ സജയനും അതുപോലെ തന്നെ റോഷൻ മാത്യു കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു പാൻ ഇന്ത്യ മൂവി വെബ് സീരീസ് ആണ് പോച്ചർ എന്ന് പറയുന്നത്. ഫോറസ്റ്റ്, എലിഫന്റ് ക്രൈമുകളെ കുറിച്ചുള്ള ഒരു ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡ്രാമ വിഭാഗത്തിൽ എടുത്താവുന്ന ഒരു വെബ് സീരീസ് ആണ് പോച്ചർ എന്ന് പറയുന്നത്. 8 പാർട്ടായിട്ട് വരുന്ന ഈ ഒരു വെബ് സീരീസ് ഈ വരുന്ന ഫെബ്രുവരി മാസം 23-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഈ ഒരു വെബ് സീരീസിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആലിയ ഭട്ടാണ് ഈ ഒരു ചിത്രത്തിന്റെ പ്രൊഡ്യൂസറായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഈ ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 23-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അശോക് സെൽവൻ, അതുപോലെ തന്നെ ശാന്തനു ഭാഗ്യരാജ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു എന്താ പറയുക, ആക്ഷൻ സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽ എടുത്താവുന്ന ഒരു ചിത്രമാണ് ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്ററിൽ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമായിട്ടുള്ളത് ആമസോൺ പ്രൈം, സിംപ്ലി സൗത്ത്, ടെൻഡക്കോട്ടയാണ്. ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 23-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സിംപ്ലി സൗത്തിലും ടെൻഡക്കോട്ടിലും അതിന്റെ പ്രൊമോഷൻ, കമ്മിങ്സും പോസ്റ്ററുകളും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സൈറൻ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ജയൻ രവി, കീർത്തി സുരേഷ്, അനുപമ രമേശ്വരൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിലോട്ട് വന്ന ഒരു ചിത്രമാണ് സൈറൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച തിയേറ്റർ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്ത് പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈമും അതുപോലെ തന്നെ C5 ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യുന്ന നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി അടുത്ത മാസം മാർച്ച് മാസം 8-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ലാൽ സലാം എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിഷ്ണു വിശാൽ, അതുപോലെ തന്നെ വിക്രാന്ത്, അതുപോലെ ഒരു എക്സ്റ്റൻഡ് കാമിയോ റോളിൽ നമ്മുടെ രജനികാന്ത് പ്രത്യക്ഷപ്പെട്ടുള്ള ഒരു ചിത്രമായിരുന്നു ലാൽ സലാം എന്ന് പറയുന്നത്. ഈ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്ത് പോയിട്ടുള്ള ഒരു സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽ എടുത്താവുന്ന ഒരു ചിത്രമാണ് ലാൽ സലാം എന്ന് പറയുന്നത്. നമ്മുടെ ഐശ്വര്യ രജനികാന്താണ് ഈ ചിത്രത്തിന്റെ ഡയറക്ടറായിട്ട് വന്നിട്ടുള്ളത്. ചിത്രം വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും വലിയ രീതിയിൽ വിജയങ്ങളും ഉണ്ടായില്ല. രജനികാന്തിനെ വെച്ച് മാർക്കറ്റ് ചെയ്യാൻ നോക്കിയെങ്കിലും ചിത്രം വലിയ രീതിയിൽ വിജയിച്ചില്ല. ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമായിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം ഈ വരുന്ന മാർച്ച് മാസം 8-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ ആയിരിക്കും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക എന്നുള്ള ഒരു അപ്ഡേറ്റ് കൂടി ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പ്രേമലു എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മമിത ബൈജു, അതുപോലെ തന്നെ നസ്ലൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമാക്കിയത് ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാർ ആണ്. ചിത്രം എന്ന് വരെ നോക്കുകയാണെങ്കിൽ മേ ബി മാർച്ച് മാസം പകുതിയോട് കൂടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ മാർച്ച് ലാസ്റ്റോട് കൂടിയിട്ടായിരിക്കും ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 5Kയുടെ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നേരത്തെ OT റിലീസിന് എത്തുന്നുള്ള പ്രശ്നങ്ങളും വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് തിയേറ്റർ അടച്ചിടുന്നുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ചിത്രം ചിലപ്പോൾ കുറച്ചുകൂടി ലേറ്റ് ആയിട്ടായിരിക്കും, 45 days കഴിഞ്ഞിട്ടായിരിക്കും ചിത്രം OT റിലീസിന് എത്തുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്.
അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ടൊവിനോ തോമസ് കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്നത്. തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ മേ ബി മാർച്ച് മാസം പകുതിയോടുകൂടി ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുള്ളൊരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിലെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷയിലായിരിക്കും സ്ട്രീമിംഗ് ആരംഭിക്കുന്നുള്ള അപ്ഡേറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. തുണ്ട് എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ബിജു മേനോൻ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു പോലീസ് സ്റ്റോറിയെ കുറിച്ചുള്ള ഒരു ചിത്രമായിരുന്നു തുണ്ട് എന്ന് പറയുന്നത്. ചിത്രം തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമാക്കുന്നത് നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ മാർച്ച് ലാസ്റ്റോട് കൂടിയായിരിക്കും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക എന്നുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിൽ പെടുത്താവുന്ന ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടി. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബ്രഹ്മയുഗം എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മമ്മൂക്ക തകർത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ബ്രഹ്മയുഗം എന്ന് പറയുന്നത്. മമ്മൂക്കയ്ക്ക് പുറമെ നമ്മുടെ അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു ബ്രഹ്മയുഗം എന്ന് പറയുന്നത്. തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് നമ്മുടെ സോണി ലീവാണ്. റെക്കോർഡ് തുകയ്ക്കാണ് സോണി ലീവ് ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് മേടിച്ചിരിക്കുന്നത്. ചിത്രം എന്ന് വരാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് വരാൻ സാധ്യത കുറവാണ്. മേ ബി ചിത്രം നമുക്ക് ഇതിനു മുമ്പ് നേരത്തെ കരാർ എഴുതിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചിത്രം മാർച്ച് പകുതിയോട് കൂടിയിട്ട് വരാം, അല്ലെങ്കിൽ മാർച്ച് ലാസ്റ്റോട് കൂടിയിട്ടായിരിക്കും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. സോണി ലീവിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുക. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഫൈറ്റർ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് വലിയൊരു വിജയം നേടിയെടുത്ത് പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ആണ്. നമ്മുടെ ഹൃതിക് റോഷൻ, ദീപിക പദുക്കോൺ, അതുപോലെ അനിൽ കപൂർ എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ, എന്താ പറയുക, നമ്മുടെ ഒരു എയർഫോഴ്സ് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിലെടുത്താവുന്ന ഒരു ചിത്രമാണ് ഫൈറ്റർ എന്ന് പറയുന്നത്. ചിത്രം കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്ത് കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ മേ ബി ചിത്രം മാർച്ച് 8-ന്, അതായത് മാർച്ച് 8-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കൽബ് എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ രഞ്ജിത്ത് സജീവ്, അതുപോലെ ഷൈൻ നിഗം, സിദ്ദിഖ്, ജാഫർ ഇടുക്കി, ലെന എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽ എടുത്താവുന്ന ഒരു ചിത്രമാണ് കൽബ് എന്ന് പറയുന്നത്. തിയേറ്ററിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞ മാസം തിയേറ്ററിൽ റിലീസ് ചെയ്ത് വലിയൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമായത് ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാർ ആണ്. ചിത്രം എന്ന് വരിക എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒഫീഷ്യലി ചിത്രത്തിന്റെ OT റൈറ്റ്സ് കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും മറ്റുള്ള ചിത്രങ്ങളുടെ അപ്ഡേറ്റിന് ശേഷം ഇനി റിലീസ് ചെയ്യാവുന്ന ഒരു ചിത്രമാണ്. മേ ബി മാർച്ച് 1-ാം തീയതി അല്ലെങ്കിൽ മാർച്ച് 8-ാം തീയതി ആയിരിക്കും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. അബ്രാം ഓസ്ലർ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ജയറാമേട്ടൻ, അതുപോലെ തന്നെ സെന്തിൽ രാജാമണി എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ച് മലയാളത്തിന്റെ മഹാനടൻ മമ്മൂക്കയും കൂടി തകർത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു അബ്രാം ഓസ്ലർ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാർ ആണ്. ചിത്രം തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ട് ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാർ ആണ്. ചിത്രം ഇന്ന് വരും, നാളെ വരും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒഫീഷ്യലി ചിത്രത്തിന്റെ OT റിലീസ് കാര്യങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചിത്രം ഞാൻ വിചാരിച്ചത് ഫെബ്രുവരി മാസം 23-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ് ഞാൻ കരുതിയിരുന്നത്. അതിനിടയിൽ മലയക്കോട്ടയും വാലിബനും കൂടി റിലീസ് ചെയ്ത കാരണം ഈ ഒരു ചിത്രം കുറച്ചുകൂടി തള്ളി പോവാണ്. ചിത്രം ചിലപ്പോൾ മാർച്ച് 8-നായിരിക്കും ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.